പാലക്കാട് സഹോദരങ്ങൾ ഉൾപ്പെടെ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. അപകടമുണ്ടായത് മീൻവല്ലം തുടിക്കോട്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ സേനാ മേധാവിമാരുടെ യോഗം വിളിച്ച പ്രധാനമന്ത്രി. പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും യോഗത്തിൽ. സുരക്ഷാ കാരണങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം നാളെ. ഭീകരാക്രമണം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയെന്ന വിലയിരുത്തൽ. ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ കടന്നാക്രമണം. ഭീകരരെ സഹായിച്ചെന്ന പാകിസ്ഥാന്റെ കുറ്റസമ്മതത്തിൽ അത്ഭുതമില്ലെന്ന് ഇന്ത്യൻ പ്രതിനിധി. പുലിപ്പള്ളി കസ്റ്റഡിയിൽ വെച്ച കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടൻ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ. മൃഗവേട്ടയടക്കം വകുപ്പുകൾ ചുമത്തി. പുലിപ്പള്ളി നൽകിയത് ആരാധകനായ മലേഷ്യൻ പ്രവാസി വ്യവസായി രഞ്ജിത്ത് കുമ്പിടി എന്ന മൊഴി. യഥാർത്ഥ പുലിപ്പല്ലെന്ന് അറിയാതെയാണ് ലോക്കറ്റ് കെട്ടി നൽകിയതെന്ന് തൃശൂരിലെ ജ്വല്ലറി ഉടമ. കൊച്ചിയിലെ ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടത്തി. വേടന്റെ രാഷ്ട്രീയത്തിന് പിന്തുണയുമായി ഗീവർഗീസ് മാർ കൂർലോസ്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണം. നടപടി വി.ഡി. സതീഷിനെ ക്ഷണിക്കാത്തത് വിവാദമായതോടെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിന്റെ കർത്തവ്യം എന്തെന്ന് കത്തിൽ വ്യക്തമല്ല. ചടങ്ങിൽ എത്തുമല്ലോ എന്ന പരാമർശം. തുറമുഖ മന്ത്രിയുടെ കത്ത് എത്തിയത് കന്റോൺമെന്റ് ഹൌസിൽ. പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് സർക്കാരിന്റെ മഹാമനസ്കതയെന്ന് ആന്റണി രാജു. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ കേസിലെ പ്രതി നാരായണദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഒളിവിലായിരുന്ന നാരായണദാസിനെ പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന്. കേസിൽ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി 2ാം പ്രതി. നൈപുണ്യ കേന്ദ്രത്തിന് RSS സ്ഥാപകന്റെ പേര് നൽകാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട് നഗരസഭയിൽ പ്രതിഷേധം. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. തമ്മിലടിച്ച BJP കോൺഗ്രസ് കൗൺസിലർമാർ. പേരുമായി മുന്നോട്ട് തന്നെയെന്ന് നഗരസഭാ അധ്യക്ഷൻ പ്രമീള ശശിധരൻ. SSLC പരീക്ഷാ ഫലം മെയ് 9 പ്രഖ്യാപിക്കും. ഫലം കാത്തിരിക്കുന്നത് 4.27 ലക്ഷം വിദ്യാർത്ഥികൾ. സബ്ജക്ട് മിനിമം അടുത്ത വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംവിധായകൻ ഷാജി എൻ കരുണിന് വിട നൽകി കലാകേരളം. മൃതദേഹം ഔദ്യോഗിക ബഹുമതിയോടെ സംസ്കരിച്ചു. ആദരമർപ്പിച്ച് ആയിരങ്ങൾ. ദേശീയ സുരക്ഷയ്ക്ക് പെഗാസസ് ഉൾപ്പെടെയുള്ള ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി. സർക്കാരിന് പെഗാസസ് വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും തടസ്സമില്ല. വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കാൻ ദുരുപയോഗം ചെയ്താൽ പരിശോധിക്കുമെന്നും കോടതി. പരാമർശം ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതിനെതിരായ ഹർജിയിൽ വാദം കേൾക്കവേ. കാനഡയിൽ അധികാരം നിലനിർത്തി മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടിക്ക് കനത്ത തിരിച്ചടി. 343 അംഗ പാർലമെന്റിൽ 167 സീറ്റുകൾ ലിബറൽ പാർട്ടിക്ക് ലീഡ്. ചെറുപാർട്ടികളുടെ പിന്തുണയോടെ അധികാരം ഉറപ്പ്.